സംസ്ഥാനത്ത് താപനില ഉയരുന്നു. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലർട്ട്. ഈ ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുമുണ്ട്. സംസ്ഥാനം കൊടും ചൂടിൽ വിയർക്കുകയാണ്. അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. വേനൽക്കാലമാവുന്നതിനു മുൻപേ ചൂടതിന്റെ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ്. കൊടും ചൂടിൽ പൊതുജനം വലയുന്നു. വരും ദിവസങ്ങളിൽ താപനില ഉയരാനാണ് സാധ്യത. അതുകൊണ്ടുതന്നെ പൊതുജനങ്ങൾ പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. ചൂടുകൂടിയ കാലാവസ്ഥയിൽ സ്കൂളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വാട്ടർ ബെൽ സംവിധാനം കൊണ്ടുവരുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ കാലാവസ്ഥ മാറി വരികയാണ്. സ്കൂളിൽ കുട്ടികൾ പരീക്ഷയും പഠിത്തവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിലെ മാറിയ കാലാവസ്ഥയിൽ ചൂട് കൂടി വരികയാണ്. ഈ സാഹചര്യത്തിൽ ക്ലാസ് സമയത്ത് കുട്ടികൾ വെള്ളം കൃത്യമായ രീതിയിൽ കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. പരീക്ഷ ആരംഭിക്കാൻ ഇനിയും ദിവസങ്ങളുണ്ട്. ഈ സാഹചര്യത്തിൽ വാട്ടർ ബെൽ സംവിധാനം കൊണ്ടുവരുന്ന കാര്യം പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. രാവിലെ 10:30 ഉച്ചയ്ക്ക് 2 മണിക്കും വാട്ടർ ബെൽ മുഴക്കി 5 മിനിറ്റ് കുട്ടികൾക്ക് വെള്ളം കുടിക്കാനായി സമയം അനുവദിക്കുക എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ചൂട് കനക്കുന്ന സാഹചര്യത്തിൽ പാരിസ്ഥിതികാഘാതങ്ങൾക്ക് പുറമെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. ഈ സാഹചര്യം കണക്കിലെടുത്തുള്ള മുന്നറിയിപ്പുകളും ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നു. കൃത്യമായ ജാഗ്രതയും മുന്നറിയിപ്പുകളും പാലിച്ചുകൊണ്ടാകണം വേനൽക്കാലത്തെ ചൂടിനെ നമ്മൾ നേരിടേണ്ടത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.